ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോയിരുന്നു. രാവിലെ എണീച്ച് കുളിച്ച് വയനാടേക്ക് ഒരു ട്രിപ്പ് പോകാൻ പോയിരുന്നു. ഇതെന്റെ ഫസ്റ്റ് വ്ളോഗല്ല. ഒരു 2-3 കൊല്ലം മുമ്പേ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായി. പക്ഷെ ഇപ്പൊ അതൊന്നും കാണാൻ പറ്റില്ല. നല്ല പ്രൈവറ്റ് ആക്കിയിട്ടേല് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് കമന്റ് ഇട്ടേട്ടാ. വീഡിയോ എന്തായാലും ഫുള്ള് കാണാം. ഇന്ന് പൊടിക്കും ഒരു മെമ്മറി ആക്കി വെച്ചിട്ട് ഞാനിപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കുറവെല്ലാം പൊളിക്കും. ഗൈസ് ട്രിപ്പ് പോകുന്നതെന്ന് കണ്ടാ പറയാം. സഞ്ചി, മുണ്ടി, കുപ്പായം, പണിക്കോന്നിട്ട് പൊളിയാതെ. ഗൈസ് എണ്ണടിക്കാൻ കയറി ചെയ്യില്ല. എല്ലാരും ഉണ്ടേ. എല്ലാരും പിന്നെ പരിചയപ്പെടുത്തി തരാം. മാസ് ഡ്രൈവറാണ്, ടിപ്പിനാണ്. ഭയങ്കര കോൺസെൻട്രേഷൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല. ഗൈസ് നേരത്തെ നമ്മ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ചായ പിടിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇത് ഫോട്ടോ എടുക്കുമ്പോ ഒരു കളവൻ വന്നിട്ട് നമ്മളെ ചീത്ത പറഞ്ഞു. എന്നിട്ട് നമ്മ സ്പോട്ട് മാറി. നമ്മളാ അങ്ങ് ഹോട്ടലിൽ നമ്മൾ നിൽക്കുന്നു. എല്ലാരും ഉണ്ടേ, സെറ്റാണ്. ഗൈസ് കൊറേ ബംഗാളികൾ പണിക്ക് പോകുന്നുണ്ട്. ഞാനും അതെ. പക്ഷെ ഞാൻ മുണ്ട് താത്തിരി കേട്ടോ. പണിക്ക് പോയത്, പണിക്ക് ഹോട്ടലിൽ പണി ചോദിച്ചു പോയത്. ആവശ്യം പണി കിട്ടിട്ടേ പണിക്കാരൻ വരുന്നുണ്ട്. ഈ ഹോട്ടലിലെ മെയിൻ പണിക്കാരനാണ്. ആരെങ്കിലും ഇതിനോട് യോജിക്കണ്ട? നീ യോജിക്കുന്നുണ്ടാ? നിന്നെ നീ ഒഴിവാക്കി. നീ പറ, യോജിക്കണ്ട? കണ്ട ഒറ്റക്ക് ഇത്രയും ആളെടുക്കുമ്പോ ഒറ്റക്ക് സാല നമുക്ക് വരും. വിശക്കുന്നു. താങ്ക്സ്, ബൈ. ഓ കറിയും വേണ്ട, ഒന്നും വേണ്ട. ഗൈസ് തേയിലത്തോട്ടം കണ്ടി നിർത്തിയാണേ. കിടില സ്പോട്ട് നോക്കിക്കേ. എങ്ങനെയുണ്ട് സ്പോട്ട്? എങ്ങനെയുണ്ട്? നല്ല സ്പോട്ടാ, പൊളി. ജലദോഷം പിടിച്ചു. എങ്ങനെയുണ്ട്? കിടിലൻ സ്പോട്ട്. ആകാശ് പൊളി. ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ട്. ശ്രുതിലാണ് ഫോട്ടോഗ്രാഫർ. സുധില എന്നാ പറ. എടുത്തിട്ടില്ല സുധില എന്താ പറ. ഓ മൈൻഡ് ആക്കുന്നില്ലേ? പോസിറ്റ് ഒക്കെ ഓ ഫോട്ടോ എടുത്ത. ചന്ദ്രനിൽ പോകുന്നതാണ്. ചന്ദ്രനിൽ പോയതേ. ഗൈസ് അടുത്തതായി ബാണാസുര സാഗർ ഡാം പൂജഡാം. ഗൈസ് ഡാമിലെത്തിയ എൻട്രിയിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ്, എങ്ങനെയുണ്ട് അറിയില്ല. നോക്കി നോക്കാം. എൻട്രി ഫീസെല്ലാം ഉണ്ട് തോന്നുന്നു. നോക്കട്ടെ. ഇതില്ലേ ഈ സാധനം വേണോ? ടിക്കറ്റ് എടുക്കണം. കണ്ണു കുത്തി. കാർത്തികന്റെ കണ്ണു കുത്തി അറിയാണ്ടാന്ന് കൊലക്ക ഇങ്ങനെ പറയണം. അപ്പോ 40 ഉറുപ്പ്യാന്ന് കൊടുത്തു. അടിപൊളി 40 ഉറുപ്പ്യാന്ന്. എല്ലാരും ടിക്കറ്റ് എടുത്തിട്ട് കയറും. ഓക്കെ. ആദ്യമായിട്ടാ ഞാൻ വയനാട് വരുന്നത്. ആദ്യമായിട്ടാ. ശരി. അപ്പോൾ ഇത് ഒരു നൈസ് വൈബായിരിക്കും. എബിന് നീയോ?
ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട്, പക്ഷെ ഫ്രണ്ട്സിന്റെ ഒപ്പം ആദ്യമായിട്ടാണ്. ഓ അത് മൂടേ. എടാ സുധിലേ, നീ വയനാട് വന്നിട്ടുണ്ടോ? ഓ ദയിച്ചാന്ന് അവന്. അച്ഛൻ നീ പറ. ഞാൻ വന്നിട്ടുണ്ട്. അല്ല ഇവിടെ വന്നിട്ടുണ്ടോ? ബാണാസുര സാഗർ ഡാമിൽ നീ വന്നിട്ടുണ്ടോ? എടാ ഓക്കെ നീ വന്നിട്ടുണ്ടോ? ഒന്ന് വിഷമം എനിക്ക് കരയുന്ന. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വയനാട് വന്നിട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ അങ്ങോട്ട് പോയത്. നീ പറയുന്നത് ഇവൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. ഇവൻ ഇങ്ങോട്ട് പറയുന്നത് നമ്മ അപ്പുറത്തേക്ക് പോകണം. മനസ്സിലായോ? ഇവനെ ചിരിക്കും. ഐ ലവ് വയനാട്. ആടുന്ന ഒരു ഫോട്ടോ എടുക്കണം. ഐ ലവ് വയനാട് ഗ്രൂപ്പ് ഫോട്ടോ ഇരുന്നിട്ട് ഐ ലവ് വയനാട് പോയിട്ട് കൊടുത്തത് കാണുന്നില്ല. ആടുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ. ഗൈസ് കുറേ നടക്കണം തോന്നേ. കുറച്ച് പോകാൻ തോന്നും. അവരെല്ലാം അങ്ങോട്ട് നടക്കുന്നതാണെന്നുണ്ട്. നോക്കി നോക്കാം. മുണ്ടായോണ്ട് വെറൈറ്റിയാണ്. എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളല്ല എല്ലാരും നിന്നെ നോക്കുന്നു. ക്യാമറയിൽ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. ചെറിയൊരു ഷൈ ഉണ്ട് കേട്ടാ. പ്രശ്നമൊന്നുമില്ല. എന്നാലും കണ്ട ഇത് കുറച്ച് നടക്കാണ്ടാ. അങ്ങ് ആ കാണുന്നതാണ്. എന്നാ അതിന്റെ അപ്പുറത്താണ്. അടുത്ത ഇത് ഞാൻ ഓടിക്കയറാൻ പോയാ. മാസ് സിമ്പിളാണ്. മുണ്ടെടുത്തോണ്ട് തടഞ്ഞു പോകാറില്ല. എന്തായാലും അടുത്ത പോലെ ഓടിക്കണം അല്ലേ. സ്റ്റെപ്പിൽ പോകണമെങ്കിലോ പോകണം. സ്റ്റെപ്പിൽ പോയിക്കോ. സ്റ്റെപ്പിൽ വേണ്ട. നേരെ പോയിക്കോ. നേരെ പോകാം. ഞാൻ കൗണ്ട് ചെയ്യാം. നീ ഓടുന്നുണ്ടോ? അയ്യേ ഇല്ല. എന്നാ ഞാൻ ഓടേ. ഞാൻ ഓടണം. നീ കുറച്ച് മെല്ലെ ഓടിക്കോ. അല്ലേ 1 2 3 സ്റ്റാർട്ട്. മെല്ലെ പോടാ. മതി. രാവിലെ ഇങ്ങനെ ഓടുന്നതല്ലേ വേണ്ട. രാവിലെ എനിക്ക് ഓടുക. എനക്കൊന്നും പ്രശ്നമില്ല. ഇനിയും ഓടും ഞാൻ. ഇപ്പൊ ഓടില്ല. രാവിലെ ഇങ്ങനെ ഓടുന്നതല്ലേ ശരിക്കും. പക്ഷെ ആരും ഇങ്ങനെ എണീച്ച് ഓടൂല. അതതിൻ്റെ ആരോടില്ല. പക്ഷെ നീ ഓടും. ഞാൻ ഓടും. അതതിൻ്റെ ഒരു പവർ. ഡാമെത്തിയേ. ഡാമിൽ പക്ഷെ വെള്ളമില്ല. ഉണ്ടല്ലേ? ഉണ്ട്. ഞാൻ മല നോക്കിയ അധികം പിടിക്കാൻ ഒരു വെള്ളം പോലില്ല. കട പോലില്ല. ഞങ്ങളുടെ ഓടട്ടില്ല ശരിക്കും. മുടിയെല്ലാം കോളായി. നീ വെക്കലടാ. ഒരു കിട്ടുള്ള സ്പോട്ടാണ് ചേരാ ഞാൻ കണ്ടുപിടിച്ചത്. നല്ലൊരു ഒളിച്ചുമുത്തല കളിക്കേണ്ട സ്പോട്ട്. പൊളിയാന്നേ. നല്ല ചെടിയില്ല അടക്കാൻ. ആഹാ നല്ല കിട്ടുള്ള ചെടി. അതിന് നേരെ പോകുന്നുണ്ടോ? ഒരു ചെറിയ പാലം, ചെറിയ വെള്ളം, അതിൽ മീൻ. ഇതാ ഇത് നൈസാണേ. അവരങ്ങെത്തി പോട്ടെ. ഡാമിൽ വന്നിട്ട് ഡാമിനെക്കാട്ടും ഇഷ്ടപ്പെട്ട ഇതാ ഈ മരങ്ങളാണ് കേട്ടാ. നല്ല രസമുണ്ട്. പൊളി. ഹായ് വാ. ഇത് നൈസാണേ. ആട്ടോ കിട്ടില്ല. ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ടാ? കൊരങ്ങൻ. ഏകാന്ത ചന്ദ്രികേ തേടുന്നിതെന്തിനോ. കൊരങ്ങൻ ഊഞ്ഞാലാടിയിട്ട് പോയി. ഗൈസ് തിരിച്ച് കീഴായി. നല്ല വെയിലായി. ഇപ്പം ആൾക്കാർ കുറേ വരുന്നുണ്ട്. വെയിലത്ത് എന്ന് വന്നിട്ട് നടക്കണ്ടാവുക. ഇവിടെ നല്ല കാണാണ്ട് വെച്ചിട്ടാണ് വരുന്നത്. മഴക്കാലത്ത് വരണം എന്നാലേ കാര്യമില്ല. കാരണം മഴക്കാലത്ത് വരണം. മഴക്കാലത്ത് വന്നാലേ ഇവിടെ ഫുള്ള് വെള്ളം എന്നറിയും തോന്നുന്നു. ഇവിടെ ഇപ്പം വെള്ളമൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ പണ പോലെ ഉണ്ട്.
പിന്നെ ഊഞ്ഞാലാടുന്ന ആടെല്ലാം നൈസാണ്, മരവും കാര്യങ്ങളെല്ലാം നൈസാണ്. ഞാൻ കാണിച്ചതിന് ഗൈസ് റിസോർട്ടിലെത്തി. ചെക്കിൻ ടൈം 2 മണിക്കാണ്, പക്ഷെ നമ്മൾ നേരത്തെയാണ്. റൂം ഒഴിവില്ലോണ്ട് കയറിക്കോ. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് എങ്ങനെയുണ്ടാ സെറ്റപ്പല്ല? കാണാൻ പോകുന്നില്ലല്ലോ. അത് ശരിയാണ്, സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്. നോക്കാല്ലേ? നല്ല തണുപ്പ് ഗൈസ്. ഒരു ഷൂട്ടിലാണ്ടായി, അത് കഴിഞ്ഞു. വീഡിയോ കണ്ടവർ ഇൻസ്റ്റയിൽ കയറി നോക്കാട്ടോ, ഇൻസ്റ്റ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോയി. വീഡിയോയിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, അതൊന്നും കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി പൂളിൽ പോയിട്ട് തോർത്തെടുത്തു. ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് കുളിക്കാൻ വേണ്ടി പോയാണേ. സംഭവം കൊള്ളാട്ടാ, നൈസ് ഉണ്ട്, നാച്ചുറൽ ബ്യൂട്ടി. ഞാൻ പറയുന്നത് ഫുഡ് മേടിച്ചിട്ടെന്നാലോ? ആ ഫുഡ് മേടിച്ചിട്ടാ, നീ പറഞ്ഞത് നല്ലൊരു തീരുമാനം. എന്നിട്ട് ആടുന്നിരുന്ന് തുമ്മി ചാവേന്ന്. ഭയങ്കര മുമ്പലാണ്, നല്ല ക്ലൈമറ്റ് അല്ലേ? എന്നിട്ട് നീ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുന്നു, ഭയങ്കര വിഷയമേ. ആ എടുക്കും കുളിക്കും ഞാൻ. എബിൻ ഓണായി നീന്താറ എനിക്ക് മൈദൂറ കോപ്പറേറ്റ് അടിക്കും. എനിക്ക് കുളിച്ചതിന്റെ കാണാം. എബിൻ എനിക്കെന്താ പറയല്? ഒന്നും പറയില്ല. തോർത്തെടുത്തോണ്ട് നാണക്കേട് എടുക്കാൻ മറന്നുപോയി. അതൊന്നും വിഷയമില്ലടാ, അത് തീരുക. മലക്കം പറയണ്ട, അവരുണ്ട്. ആരാന്ന് ഫ്ലിപ്പ്? നീയാ? അടുക്ക് ആ വൈദ്യുതി പോകും കേട്ടോ. ഞാനിതാ ആ ഞാൻ മറ്റേ സാധനക്ക ഇങ്ങനെ പോകുന്ന. ഓ ഞാൻ കുളിച്ചു. ഓ അത് പോളി, അത് കാലക്കിട്ടോ. സോപ്പേക്കോ നീ? പിന്നെ കോപ്പ് കാണുന്നില്ല. അതാ കളിക്കല്ലേ? ഇതിലിപ്പോ ഞാൻ മാത്രമേ കുളിക്കാത്തില്ലൂ, ബാക്കി എല്ലാരും കുളിച്ചു. ഞാൻ വീഡിയോ എടുക്കണ്ടോണ്ട് ഇങ്ങനെ കുളിക്കാണ്ടിരിക്കാണ്. ഇപ്പം വീഡിയോ ഓഫ് ആക്കി ഞാൻ കുളിക്കാൻ പോകും. ഓക്കെ, ഞാൻ ഫുള്ള് പമ്പാക്കലേ. ഓ പുഷപ്പ് എടുത്തിട്ട് അവൻ ചെസ്റ്റ് പമ്പ വെക്കാൻ പോകുന്ന. നോക്കണേ. രാവിലെ അപ്പൊ നമുക്ക് പാട്ട് വെച്ചിട്ട് കുറച്ച് ചില്ലാക്കണം. കോപ്പറേറ്റ് അടിക്കുന്ന കട്ടാക്കണം. ഓക്കെ ഗൈസ്, ഒരു 1.5 കുളി കഴിഞ്ഞു. ഇനി റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. ഉറങ്ങി എണീച്ചിട്ട് വരാം. ചാർജും ഇല്ല, ചാർജിനും വെക്കണം. അപ്പോൾ ഉറങ്ങിയിട്ട് എണീച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നല്ലൊരു ഉറക്കം കഴിഞ്ഞ് പുറത്തതേപോലെ നല്ലൊരു മഴയും കഴിഞ്ഞു. കാണിച്ചു നല്ലൊരു മഴ കഴിഞ്ഞു കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല. ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എവിടെയെങ്കിലും വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ പോകണില്ല, ഇവിടെ തന്നെ നിന്നിട്ട് എൻജോയ് ആക്കണം. ഒരു DJ ഹാളും പരിപാടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് എൻജോയ് ആക്കാം. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് വ്യൂ പോയിന്റ് ആയിട്ടുണ്ടെങ്കിൽ സൺസെറ്റോ അങ്ങനെ എന്തെങ്കിലും കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഏതായാലും മഴയെല്ലാം പോയി, ഒരു നല്ല വൈബായി, സെറ്റാണ്. നല്ല കിടിലൻ മഴ പെയ്തിനിടാ, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ മഴേൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഇന്നലെ മുതലേ ഉറങ്ങാത്തതാണ്. അപ്പോൾ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ ചെറുങ്ങനെ പാറുന്നുണ്ട്. അപ്പോൾ ലക്കിടി വ്യൂ പോയിന്റ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പോയി കേട്ടോ. ഓക്കെ, സൺസെറ്റ് കിട്ടുമറിയില്ല, പോയി നോക്കാം.
ലക്കിടി വ്യൂ പോയിന്റിലല്ലേ. ഗൈസ് വീഡിയോ നല്ല ലെങ്തായി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കണം, അത് കാണിച്ചിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് കൂടി ചെയ്തേട്ടാ. അപ്പോൾ വേറൊരു വീഡിയോ കാണാം.